അപ്പോൾ ചെറുതാവണ സമയത്തൊക്കെ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് കാലത്തുനിന്ന് ഇങ്ങോട്ട് അതിനോട് വലിയൊരു ഇഷ്ടമില്ല. എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങളൊക്കെ എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ട് അതങ്ങ് ഒഴിവാക്കാന്നുള്ളൊരു ചെറിയ തീരുമാനമാണ്. കുറേ കാലം മുമ്പ് ബേക്കറി നല്ലതല്ല കഴിക്കുന്നതെന്ന് കേട്ടിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ബേക്കറി ഒഴിവാക്കിയതും ഈ ഒരു കേൾവിയുടെ പുറത്താണ് കേട്ടോ. അത് പ്രകാരം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പഴംപൊരിയുടെ കാര്യം വരുമ്പോൾ ഇടയ്ക്ക് അതങ്ങളും മറക്കും. അപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചായ നിർബന്ധമാണല്ലോ. അതിൻ്റെ കൂടെ എപ്പോഴും കഴിക്കുന്നൊരു പലഹാരമാണ് പഴംപൊരി. പഴംപൊരിയുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിപ്പ് വട കൂടി കഴിക്കുമെങ്കിലും പഴംപൊരി ഇല്ലാത്ത പരിപാടിയില്ല. മിക്ക കടകളിൽ പോയിട്ടും പഴംപൊരി ഇല്ലയെന്ന് കേട്ടാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക വരെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കറുത്ത തോലാണെങ്കിൽ പിന്നെ പഴത്തിന് അവിടെ സ്ഥാനമില്ല, അത് പഴംപൊരിയായിട്ട് മാറും. അങ്ങനെ ഇന്നും പഴംപൊരിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് പഴംപൊരിയൊക്കെ കൂട്ടിയിട്ട് ഒരു ചായ കുടിച്ചാലോ? കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഇന്നൊന്നും ഉണ്ടാക്കിയില്ലേ, ഒന്നും കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ കാരണങ്ങളൊക്കെ ഇതാണ്. ഇന്നിപ്പോൾ പഴംപൊരിക്ക് കോമ്പിനേഷനായിട്ട് പരിപ്പ് വട ഇല്ലയെന്ന് മാത്രം.